നമസ്കാരം. തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയായ ജയലളിത ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഹിന്ദു നേതാവായിരുന്നു എന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ പ്രസ്താവനയെ ചൊല്ലി തമിഴകത്ത് ഇപ്പോൾ പുതിയ ഒരു രാഷ്ട്രീയ വിവാദം രൂപം കൊണ്ടിരിക്കുകയാണ്. ജയലളിത ഉണ്ടായിരുന്ന കാലത്ത് തമിഴകത്ത് ഹിന്ദുക്കളിൽ നിന്നും അവർക്ക് ഏറെ പിന്തുണ ലഭിച്ചിരുന്നു. അവർ ഹിന്ദു മതത്തിനു വേണ്ടി ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നാണ് അണ്ണാമല പറയുന്നത്. ജയലളിത ഒരു പരമോന്നത ഹിന്ദു നേതാവായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും. എന്നാൽ അവരുടെ മരണശേഷം അവരുടെ പാർട്ടിയായ AIADMK ഈ നയത്തിൽ നിന്നും, അല്ലെങ്കിൽ ഹിന്ദുക്കളോട് ഒരു മൃദു സമീപനം പുലർത്തുന്ന നയത്തിൽ നിന്നും പിന്നോട്ട് പോവുകയായിരുന്നു. ഇതുമൂലം തമിഴ്നാട്ടിലുണ്ടായ വലിയ ശൂന്യത നികത്തുകയാണ് BJP ഇപ്പോൾ ചെയ്യുന്നത് എന്നായിരുന്നു അണ്ണാമല ഒരു ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിനിടയിൽ പറഞ്ഞത്. അതേസമയം ജയലളിതയെ ഏകമത നേതാവായി ചിത്രീകരിച്ച് അണ്ണാമല അപവാദം പ്രചരിപ്പിക്കുകയാണ് എന്നായിരുന്നു AIADMKയുടെ നേതാവായ സംഘടനാ സെക്രട്ടറി കൂടിയായ D. ജയകുമാർ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. ഹിന്ദു, ഇസ്ലാം, ക്രിസ്ത്യൻ എന്നിവയുൾപ്പെടെ എല്ലാ മതങ്ങളോടും തുറന്ന സമീപനമായിരുന്നു ജയലളിതയ്ക്ക് ഉണ്ടായിരുന്നത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. എല്ലാ മതങ്ങളെയും അവർ ഒരുപോലെയാണ് ബഹുമാനിച്ചിട്ടുള്ളത്. അണ്ണാമലയുടെ പ്രസ്താവന വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉള്ളതാണ് എന്നുകൂടി ഇവർ പറയുന്നു. മാത്രമല്ല, ജയലളിതയുടെ തോഴിയായ ശശികല കൂടി അണ്ണാമലയ്ക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. യഥാർത്ഥ ദ്രാവിഡ നേതാവായാണ് അവസാന ശ്വാസം വരെയും ജയലളിത ജീവിച്ചത് എന്നായിരുന്നു ശശികലയുടെ പ്രസ്താവന. ജയയ്ക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അവർ മതവിശ്വാസി അല്ലായിരുന്നുവെന്നുമാണ് ഇപ്പോൾ തോഴിയായ ശശികല ഈ ഒരു പ്രസ്താവനയോട് പ്രതികരിച്ചിരിക്കുന്നത്. നിലവിൽ എന്തായാലും അണ്ണാമലയുടെ ഈ പ്രസ്താവന അത് പുതിയ ഒരു അംഗത്തിന് തന്നെയാണ് തിരികൊളുത്തിയിരിക്കുന്നത്. AIADMKയും BJPയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് ഇത് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ AIADMKയുമായി സഖ്യമില്ലാതെയാണ് ഇക്കുറി BJP മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അണ്ണാമലയുടെ ഈ പ്രസ്താവനകളൊക്കെയും വലിയ തോതിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് കൂടിയാണ് തമിഴകത്ത് തുടക്കം കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.